ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആമസോണിൽ നിന്നെല്ലാം പ്രൊഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇപ്രകാരം ഒരു പ്രൊഡക്റ്റ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നെല്ലാം നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പർച്ചേസിങ് എക്സ്പീരിയൻസ് നമുക്ക് നല്ലതാക്കാൻ സാധിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ ആമസോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ കാനോൺ M50 എന്ന ഒരു ക്യാമറയാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്രകാരം ഞാൻ ഇത് സെർച്ച് ചെയ്യുമ്പോൾ താഴേക്ക് കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഏത് പാക്കേജാണ് നമുക്ക് പറ്റുന്നത് എന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വിത്ത് മെമ്മറി കാർഡ് എല്ലാം വരുന്നുണ്ട്. ഇനി ക്യാമറ ഒറ്റയ്ക്കായി ഇവിടെ നമുക്ക് വേറെ ഒരു പ്രൈസിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റേറ്റിംഗ്, അതായത് ഇവിടെ ഇപ്പോൾ 676-ൽ 4.5 റേറ്റിംഗ് എല്ലാമാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിരിക്കുന്നത്. ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും ഇത് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ വന്നിരിക്കുന്ന അത്യാവശ്യം റേറ്റിംഗ് എല്ലാമുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഏത് സെല്ലറാണ് സെൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഈ സെല്ലർ ഇൻഫർമേഷൻ നോക്കുന്നതും നല്ലതായിരിക്കും. ഇപ്രകാരം സെല്ലർ നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സെല്ലർക്ക് എത്രത്തോളം പോസിറ്റീവ് ഫീഡ്ബാക്ക് എല്ലാം വന്നിട്ടുണ്ട് എന്നെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് എല്ലാം ഉള്ള ഒരു സെല്ലറാണെങ്കിൽ തീർച്ചയായും അവർ കൊടുക്കുന്ന പ്രൊഡക്ട്സും അതുപോലെ നല്ല ഗുണമുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ സെല്ലർ റേറ്റിംഗ് എല്ലാം നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ റിവ്യൂസ് എല്ലാം നോക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ റിവ്യൂസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് റിവ്യൂസ് എല്ലാം കാണാൻ സാധിക്കും. അതായത് ഇവിടെ പോസിറ്റീവായ റിവ്യൂസ്, നെഗറ്റീവായ റിവ്യൂസ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റിവ്യൂസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് കോമണായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റിവ്യൂസ് എല്ലാം റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് കസ്റ്റമർ റിവ്യൂസ് എന്നതിൽ പോയതിന് ശേഷം ഫിൽട്ടർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. അതായത് ഒരുപാട് റിവ്യൂസ് എല്ലാം ഉള്ളതിൽ നിന്ന് നമുക്ക് കുറച്ച് റിവ്യൂസ് ഫിൽട്ടർ ചെയ്യാം. ഇമേജസ് ആൻഡ് വീഡിയോ റിവ്യൂസ് ഓൺലി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ വേരിഫൈഡ് പർച്ചേഴ്സ് ഓൺലി എന്ന മറ്റൊരു ഓപ്ഷനും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേരിഫൈഡ് പർച്ചേഴ്സ് ഓൺലി എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വേരിഫൈഡ് പർച്ചേഴ്സ് ചെയ്തിരിക്കുന്നവർ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് മാത്രമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇമേജസ് ആൻഡ് വീഡിയോ റിവ്യൂസ് എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഇത് അപ്ലൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒരുപാട് ഇമേജസ് അതുപോലെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തുള്ള റിവ്യൂ എല്ലാം കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റിവ്യൂസ് ഇത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ ആ ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന പിക്ചർ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആ പിക്ചർ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റിയുള്ള പിക്ചർ എല്ലാം ലഭിക്കുമെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഒരുപാട് റിവ്യൂസ് ഉള്ളതിൽ നിന്നും ഇമേജ് ആൻഡ് വീഡിയോ എന്നെല്ലാം ഫിൽട്ടർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ ടെക്സ്ചർ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ആമസോണിൻ്റെ പ്രൊഫൈൽ പേജിൽ നമ്മൾ കാണുന്ന ഇമേജ് ആയിരിക്കില്ല നമുക്ക് പ്രൊഡക്റ്റ് എല്ലാം റിസീവ് ചെയ്യുമ്പോൾ വരിക. അതിനാൽ തന്നെ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന യൂസേഴ്സ് അവർ കൊടുത്തിരിക്കുന്ന ഇമേജസ്, ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് എല്ലാം പലപ്പോഴും ഇത്തരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്.
അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം നിങ്ങൾ ഒരു ഡിസിഷനിൽ എത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള റിവ്യൂസ് എല്ലാമാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ്, അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തെടുത്തിരിക്കുന്ന പിക്ചേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിൽ അവർ കൊടുത്തിരിക്കുന്ന റേറ്റിംഗും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഈ ഒരു പ്രൊഡക്ട്സിൽ ഉണ്ട് എങ്കിൽ ഇത്തരത്തിൽ നമ്മൾ റിവ്യൂ എല്ലാം ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്